അങ്ങനെ നിങ്ങൾ പറയുന്ന ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞേറി വന്നവരൊന്നും അത് പറയാൻ താനാരാ? സാർ, ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? പറഞ്ഞ് ഇവർ ഈ കാലഘട്ടത്തിൽ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന PR തള്ളുകൾ ഓരോന്നായി അഴിഞ്ഞു വീഴുമെന്ന ജാള്യതയാണ് ഇവർ ഈ കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ കാണിച്ച കാലത്ത് പോയിട്ടില്ല. മനസ്സിലായില്ലേ? ഇതിനേക്കാൾ വലിയ ആൾക്കാർ കാണിച്ച കാലത്ത് ഞങ്ങൾ പോയിട്ടില്ല. അത് ഭീഷണിയൊന്നും വേണ്ട. മറുപടി പറയൂ. നായിന്റെ പട്ടി മോനെ. നിങ്ങൾ പറയുന്ന ഒരു മുടന്ത നയമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തുന്നത് കേരളത്തിലാണ്. തെറ്റാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിയമനം നടത്തുന്നത് ഒരുപാട് ബോർഡുകളാണ്. കേരളത്തിൽ ഞാനൊരു PSC ഉദ്യോഗാർത്ഥിയാണ്. പറയുന്ന കേക്ക് ഞാൻ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. കൂടുതൽ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ളത് ഈ ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി കത്ത് കൊടുത്ത് നിയമനം നടത്തിയത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഈ പറയുന്ന നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. നിന്നെ എന്റെ ഞാനിവിടെ വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കോളിൽ പോകണം. ആക്സിഡന്റ് ആണെങ്കിൽ വീട്ടിൽ പണം കുറവായിരിക്കും, പക്ഷെ സ്നേഹമുണ്ട്. വലിയ ബംഗ്ലാവിലെ കണ്ണാടി മുറിക്കാത്തിരുന്നോണ്ട് പാവങ്ങളെ ഗെറ്റൗട്ട് അടിക്കുന്നതിന്റെ കൂടെ ദൈവത്തിന് പോലും പാവപ്പെട്ടവനെ വേണ്ട. ആരോഗ്യ മേഖലയുമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളതെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഒരു സർജറിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപയ്ക്കകത്ത് വില വരുന്ന ഒരു കത്രിക പോലും വയറ്റിലിട്ട് സൗജന്യമായി കൊടുത്തു വിടുന്ന ഒരു ആരോഗ്യ മേഖല. ICUവിലെ ജീവന് വേണ്ടി പോയി കിടന്നാൽ ICU കത്തിപ്പിടിച്ച് 5 പേര് മരണപ്പെടുന്ന ഒരു ആരോഗ്യ മേഖല. ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച ഒരു കൂലിയുടെ ശവം നാറിയിട്ട് പാടില്ല. അല്ല, ചെറുപ്പക്കാർക്ക് വേണ്ടി വട്ടൂർക്കാവിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രത്യേകം പദ്ധതി ഇറക്കാൻ കഴിയുമോ? അത് കേരളത്തിലെ സർക്കാർ ചിരി മരത്തലഹിന്റെ ഒരു ഇളിച്ച ചിരി. അർഹിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന കാര്യങ്ങളാണ്. വലിയ മഹാദുരന്തങ്ങളെ നേരിട്ടപ്പോൾ LDF സർക്കാർ താങ്ങിയ പോലെ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ആരെങ്കിലും ജനങ്ങളെ താങ്ങിയിട്ടുണ്ടോ എന്ന് ഈ രണ്ട് പ്രതിനിധികളും പറയാൻ ഉത്തരവാദികളാണ്. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല, അതവിടെ കിടക്കട്ടെ, ദേ അങ്ങോട്ട് നോക്ക്. കോൺഗ്രസുകാരാണ്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അനധരി ചടു എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. ഇന്ത്യക്ക് ശേഷം ഈ 2016 വരെ ഇന്ത്യ തിരിച്ചും മറിച്ചും ഭരിച്ചവർ നിങ്ങളാണ് അതിന് ഏറെ ഉത്തരം പറയേണ്ടവർ. നിന്ന സമയത്ത് നിങ്ങൾ PP കിറ്റ് അടിച്ചു മാറ്റി അതിനകത്ത് അഴിമതി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അതിനെതിരെ പറഞ്ഞു. നിങ്ങൾ വയനാട് ദുരന്തത്തിനകത്ത് ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ പല പറഞ്ഞ ആ പോയിന്റ് ഞാൻ അതേപടി എടുക്കാം. കേരളത്തിൽ പ്രളയവും പറഞ്ഞോട്ട് ചേച്ചി, കേരളത്തിലെ LDF നന്നായി കേരളത്തെ താങ്ങി എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. നന്നായി നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ? ഞങ്ങളെ വിട്ടേക്ക്. അമ്മിണി ചേച്ചി ചേട്ടനുമായിട്ട് അങ്ങ് സഹകരിച്ചാ മതി. അതിനിപ്പൊ തന്നെ അവർ സഹകരിക്കുന്നുണ്ടല്ലോ. താങ്ങി ചേച്ചി പറഞ്ഞത് മറുപടി പറയാം. ചേച്ചി നിക്കേട്ടാ, നന്നായി താങ്ങി. അതായത് നിങ്ങൾ ആരെങ്കിലും പ്രളയകാലത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ബിസ്ക്കറ്റ് കൊണ്ടുപോയ സഖാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് LDF-ന്റെ കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. അത് വേണ്ടിട്ട് തലച്ചുമടായി ഒരു പഞ്ചായത്ത് മെമ്പർ അരി ചുമന്നുകൊണ്ട് പോണോ നിങ്ങൾ കേട്ടായിരുന്നോ? LDF-ന്റെ ഒരു മിനിറ്റ്. ഈ പറയുന്ന പ്രളയം നടന്നതിന് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റ് നാടക നടിയ കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് 299 കോടി രൂപ ഈ പറയുന്ന 410 വീടുകൾ നിർമ്മിക്കാൻ, അതുപോലെ അവിടുത്തെ പബ്ലിക് ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ, അതുപോലെയുള്ള കാര്യങ്ങൾ. അകത്തേക്ക് വന്നോളൂ. ഇവിടെ
ഇത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചുകൊണ്ട് വന്ന രേഖയല്ല. ഇതിനകത്ത് വയനാട് ദുരന്തമാണ് ചർച്ചയെങ്കിൽ വയനാട് ദുരന്തമാണ് ചർച്ചയെങ്കിൽ രണ്ടുപേർക്കും മറുപടി ഉണ്ട്. പറയട്ടെ. ഇതാണ് സംഭവം, മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ചാ ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? കാലത്ത് 20,000 കോടി രൂപയുടെ മോഡി കെയർ പദ്ധതി 20,000 കോടി രൂപയാണ് പിരിച്ചെടുത്തത്. അതിന്റെ കണക്ക് വിവരാവകാശ രേഖ പോലും ചോദിച്ചിട്ട് പോലും കിട്ടുന്നില്ല. ഓ, ഇവളെ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലേ ചങ്കു നീ റൂം എടുത്തത്? മോളെ കാശ് മുഴുവൻ മേടിച്ചായിരുന്നോ? വട്ടിയൂർക്കാവിലെ വികസനം എന്താണെന്നുള്ള ചോദിക്കാണ്. ഇവിടുത്തെ ബ്രോ എന്ന് പറയുന്ന ഒരു നാറിയുണ്ട്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പ്രായമായ മനുഷ്യർ ഇവിടെ പ്രായമായ മനുഷ്യർ കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. റെഡി.